Dear students, welcome to research methodology class. We are discussing about the methods of collecting primary data. In the previous class, we were discussing about observation method and interview method. In this class, we are going to discuss about another method of interview, that is telephone interview. It is a very common method used in the case of business organizations or business institutions. For example, ഇപ്പോൾ നിങ്ങളൊരു കാർ സർവീസിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ ആ കാർ സർവീസിങ് കഴിഞ്ഞ ഉടനെ കമ്പനി നിങ്ങളെ വിളിക്കും. അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അത് ബെറ്റർ ആയിരുന്നു, വിളിക്കും. ടെലിഫോണിക് ഇൻ്റർവ്യൂ എന്ന് വിളിക്കും. അപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂവിൽ ദ ഇൻ്റർവ്യൂവർ meets the respondent through telephone. He collect the required data through telephone. അപ്പോൾ നമ്മൾ നേരത്തെ ഒരാൾ ടെലിഫോൺ ചെയ്യുമ്പോഴുള്ള പലതരം ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്യണം. യു ഹാവ് ടു സെലക്ട് എ സ്യൂട്ടബിൾ ടൈം. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് വേണം. ബെറ്റർ റാപ്പോർട്ട്, നമ്മൾ അയാളോട് നല്ലൊരു ബന്ധം, പോസിറ്റീവായ ബന്ധം ക്രിയേറ്റ് ചെയ്തിരിക്കണം. അയാൾ പറയുന്ന റെസ്പോൺസസ് കൃത്യമായി നോട്ട് ചെയ്യുകയും അത് നമ്മൾ എഴുതി വെക്കുകയും ചെയ്യണം. സോ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ പ്രോപ്പർ മാനർ ടു എൻഷുവർ ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അപ്പം അത് അയാളുടെ സൗകര്യം നോക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പെട്ടെന്ന് തീരാവുന്ന രീതിയിലേക്ക് അത് നമ്മൾ ചെയ്യണം. അതിന് കുറേ മെറിറ്റ്സ് ഉണ്ട്. അത് ഫ്ലെക്സിബിളാണ്, ഫാസ്റ്റാണ്, ചീപ്പറാണ്, ഹൈ റേറ്റ് ഓഫ് റെസ്പോൺസ് ഉണ്ട്, കുറേ മെറിറ്റ്സ് ഉണ്ട്. ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ലോങ് ഇൻ്റർവ്യൂസ് വളരെ ഡിഫിക്കൽട്ടാണ്. റെസ്പോണ്ടൻസിന് ഫോൺ ഇല്ലാത്തവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. കോംപ്രിഹെൻസീവ് ആൻസർ വേണ്ടത് അത് പറ്റില്ല. ഡീറ്റെയിൽഡ് ആൻസർ വേണ്ടത് അത് പറ്റില്ല. ഷോർട്ട് ക്വസ്റ്റ്യൻസേ പറ്റുള്ളൂ. അപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ട ഡാറ്റ ഫോൺ ഉപയോഗിച്ച് റെസ്പോണ്ടൻസിൻ്റെ കയ്യിൽ നിന്ന് ഇൻ്റർവ്യൂവർ നേരിട്ട് കളക്ട് ചെയ്യുന്നതാണ് ടെലിഫോണിക് ഇൻ്റർവ്യൂ. മൂന്നാമത്തെ മെത്തേഡാണ് കളക്ഷൻ ഓഫ് ഡാറ്റ ത്രൂ ക്വസ്റ്റ്യനെയർ. ദിസ് ഈസ് എ വെരി കോമൺ മെത്തേഡ് used in social science research. Big inquiries, big studies follow this method. അപ്പം ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് ഫോർവേഡഡ് ടു ദ റെസ്പോണ്ടൻസ്. അപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യനെയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ സെക്വയറിംഗ് ആൻസർ ടു ക്വസ്റ്റ്യൻസ് by using a form which the respondent fills himself. റെസ്പോണ്ടൻറ്റ് ഫില്ല് ചെയ്യണം. ആ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം, ആൻസർ ആര് ഫില്ല് ചെയ്യണം? റെസ്പോണ്ടൻറ്റ് ഫില്ല് ചെയ്യണം. ദ ക്വസ്റ്റ്യൻസ് ആർ പ്രിൻറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യനെയർ. ഓപ്ഷൻസ് മേ ബി ഗിവൺ. ദ റെസ്പോണ്ടൻറ്റ് ഹാവ് ടു സെലക്ട് ദ ഓപ്ഷൻ ഓർ ആൻസർ ആൻഡ് മാർക്ക് ഇറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി. അപ്പം ദർ മേ ബി എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ദ ക്വസ്റ്റ്യൻസ് മേ ബി അറേഞ്ച്ഡ് ഇൻ എ ഓർഡർ. Then these questions may be mailed to the respondents. അത് നമ്മൾ സാധാരണഗതിയിൽ ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ ഗൂഗിൾ ഫോമിലൊക്കെ ആയിരിക്കും. അപ്പം ദ ഫോംസ് മേ ബി മെയിൽഡ് ടു ദ റെസ്പോണ്ടൻറ്റ് വിത്ത് സം ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇത് നടത്തുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യനെയർ ബേസ്ഡ് സ്റ്റഡി നടത്തുന്ന സമയത്ത് ദർ മസ്റ്റ് ബി എ പൈലറ്റ് സ്റ്റഡി. എ പൈലറ്റ് സ്റ്റഡി മീൻസ് എ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്റ്റഡ് അറ്റ് ദ മിനിമം ലെവൽ to test the validity and reliability of the questionnaire. To test the validity and reliability of the questionnaire. It is a replica, it is a miniature form or rehearsal of the main study. Based on the results of the pilot study, you have to make necessary changes in the questionnaire. അപ്പോൾ ക്വസ്റ്റ്യനെയറിൻ്റെ വാലിഡിറ്റി, ആധികാരികത പരിശോധിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പൈലറ്റ് സ്റ്റഡി. അത് വിശദമായി പിന്നീട് പഠിക്കും. സോ ഇൻ പൈലറ്റ് സ്റ്റഡി വി വിൽ കണ്ടക്ട് എ മിനിയേച്ചർ സ്റ്റഡി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കൺക്ലൂഷൻ വി വിൽ മേക്ക് നെസസറി മോഡിഫിക്കേഷൻ ടു ദ ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ പ്രാധാന്യം എന്താണ്? ക്വസ്റ്റ്യനെയർ ആണ്, ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ സർവേ. സർവേക്ക് വേണ്ട മുഴുവൻ വിവരങ്ങളും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനെയറിൽ നിന്നാണ്. ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി കൺസ്ട്രക്റ്റഡ് മെയ്ഡ്. അപ്പോൾ അതിൽ കുറേ അതിൻ്റെ ഫോംസ് ഉണ്ട്. ഒന്ന്, അപ്പോൾ അത് സ്ട്രക്ചർ ആവാം, അൺസ്ട്രക്ചർ ആവാം. ഇപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് ഡെഫിനിറ്റ്, കോൺക്രീറ്റ്, പ്രീ ഡിറ്റർമിൻഡ് ക്വസ്റ്റ്യൻസ്, എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഓർഡറിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം കൊടുത്ത് നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിൽ അത് ക്ലോസ്ഡ് ക്വസ്റ്റ്യനർ ഉണ്ടാവും, ഓപ്പൺ ക്വസ്റ്റ്യനർ ഉണ്ടാവും.
ഇപ്പം ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ എല്ലാം കൊടുത്തിരിക്കും, ഓപ്ഷൻസ് എല്ലാം യെസ് ഓർ നോ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ ഗിവ് യുവർ ഒപ്പീനിയൻ, അത് ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്, ഫ്രീ റെസ്പോൺസ് ആണ്. അപ്പം ദർ ഷുഡ് ബി സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ദർ ഷുഡ് ബി ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ഓർ ആൻസേഴ്സ്, ഓപ്ഷൻസ് ടു ബി ആൻസർഡ്. All questions and answers are specific and words are minimum. അപ്പോൾ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫോമിൽ വിത്ത് ഓപ്ഷൻസ് അല്ലെങ്കിൽ പിന്നെ സ്പെസിഫിക് അല്ലാതെ ഓപ്പൺ ക്വസ്റ്റ്യൻസും അടങ്ങുന്ന ഒരു ജനറൽ ഫോം ഉണ്ട്. അപ്പോൾ അത് സ്ട്രക്ചേർഡ് ആവാം. നോൺ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ റെസ്പോണ്ടൻസിന് അവർക്ക് എക്സ്പ്ലനേറ്ററി ആയിട്ട് എഴുതാം, അവരുടെ അഭിപ്രായം വിശദമായി എഴുതാനുള്ള ഓപ്ഷൻസ് ഉള്ളതാണെന്ത് നോൺ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ. ഇനി ക്ലോസ്ഡ് ഫോം ക്വസ്റ്റ്യനെയർ ഉണ്ട്. ക്ലോസ്ഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ്സ് എ ലിസ്റ്റ് ഓഫ് റെസ്പോൺസസ് ആസ്ക്ഡ് ടു മേക്ക് ചോയ്സസ് ഫ്രം ദ സെറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ്. നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ്, 6 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 6 ഓപ്ഷനിൽ ഒരെണ്ണം മാത്രമേ ആർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, റെസ്പോണ്ടൻറ്റിന്. അതാണ് ക്ലോസ്ഡ് ഫോം. റെസ്പോണ്ടൻറ്റ് ഹാവ് ടു സെലക്ട് ഫ്രം ആൾട്ടർനേറ്റീവ്സ്, മോർ ഒബ്ജക്റ്റീവ് ആൻഡ് ഈസി ടു ടാബുലേറ്റ് ആൻഡ് അനാലിസിസ്. അപ്പം ക്ലോസ്ഡ് ഫോം ക്വസ്റ്റ്യനെയറിൽ ദ ക്വസ്റ്റ്യൻ കണ്ടെയ്ൻ ഓപ്ഷൻസ്. ദ റെസ്പോണ്ടൻറ്റ് ഹാവ് ടു സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഓപ്ഷൻ, ദ റെസ്പോണ്ടൻറ്റ് ഹാവ് ടു മേക്ക് എക്സ്പ്ലനേഷൻ ഇൻ ഹിസ് ഓൺ വേർഡ്സ്. അപ്പോൾ അത് വളരെ ഡിഫിക്കൽട്ട് ടു ടാബുലേറ്റ് ആണ്, നമുക്കത് റെക്കോർഡ് ചെയ്യാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് ഡെപ്തിലുള്ള ആൻസർ കൊടുക്കാനായിട്ട് അത് ഉപയോഗിക്കാം. ഇനി ക്വസ്റ്റ്യൻ സീക്വൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ചോദ്യാവലി ഉണ്ടാക്കുമ്പം അതിൻ്റെ കുറേ ബേസിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പല ഏരിയാസിനെ ഒരു ഓർഡറിലാക്കി ആ ഓർഡറിൽ റെസ്പോണ്ടൻറ്റിന് പെട്ടെന്ന് പിന്നെ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യാവുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പം ഇറ്റ് ഷുഡ് ബി ഇൻ എ സീക്വൻസ്. അതിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് നമ്മൾ ചോദിക്കുന്നത് എന്നുള്ളത് ആർക്ക് മനസ്സിലാവണം. റെസ്പോണ്ടൻറ്റ് ഷുഡ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ദെൻ റിലേഷൻ ഓഫ് വൺ ക്വസ്റ്റ്യൻ ടു അനദർ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഒരു സീരീസാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മറ്റു ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ ലിങ്ക്ഡ് ആണ്, അത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ ഷുഡ് ക്രിയേറ്റ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ തുടക്കത്തിൽ അയാളെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ജനറലായ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അത് പോസിറ്റീവ് ആയിരിക്കണം. ഫോളോയിങ്, അതായത് നമ്മൾ പിന്നെ വളരെയധികം സ്ട്രെയിൻ വേണ്ട, മെമ്മറി വേണ്ട ചോദ്യങ്ങളോ പേഴ്സണൽ ചോദ്യങ്ങളോ അയാളുടെ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കണം. വ്യക്തിപരമായ ചോദ്യങ്ങൾ ഒഴിവാക്കണം. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നമ്മളൊരു ലോജിക്കലായിട്ട് അറേഞ്ച് ചെയ്യണം. ദ റെസ്പോണ്ടൻസ് തിങ്കിങ് പ്രോസസ് ഷുഡ് ബി എൻലൈറ്റൻഡ്. നമ്മൾ പൈലറ്റ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഈ ക്വസ്റ്റ്യനെയറിനെ റീഫ്രെയിം ചെയ്യും. അപ്പോൾ ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കിയിരിക്കണം. പിന്നെ ആൻസർ ടു വൺ ക്വസ്റ്റ്യൻ ഇൻ ആൻ ആൻസർ ടു ഇറ്റ് ബട്ട് ഓൾ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായി ആൻസർ ചെയ്യാവുന്ന രീതിയിൽ അതൊരു ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഫോർമുലേഷൻ, അതിനകത്ത് കുറേയധികം പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിന് വേഡിങ്. അപ്പോൾ അത് ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ഇമ്പാർഷ്യൽ ആയിരിക്കണം, അത് ലോജിക്കൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻ എ ലോജിക്കൽ ഓർഡർ. അതേപോലെ തന്നെ ദർ മേ ബി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓർ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ദാറ്റ് മീൻസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ചോയ്സ്. ഓപ്പൺ എൻഡ് മീൻസ് റെസ്പോണ്ടൻറ്റ് തന്നെ ആൻസർ എഴുതണമെങ്കിൽ അത് അങ്ങനെയായിരിക്കും. വേർഡിങ്സ് എന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം. അത് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേർഡ്സ് ഒക്കെ ഒഴിവാക്കണം. ക്വസ്റ്റ്യൻ വേർഡിങ് എന്ന് പറയുന്നത് അത് വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. ഒരു ക്വസ്റ്റ്യൻ നെയറിൻ്റെ ക്വാളിറ്റീസ്, എസെൻഷ്യൽസ് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ബ്രീഫ് ആയിരിക്കണം, സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കണം, അൺആംബിഗ്വസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അവ്യക്തമായ ചോദ്യങ്ങൾ ഒഴിവാക്കണം, മനസ്സിലായല്ലോ. ദെൻ നോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, യൂസ് ഓഫ് പ്രോപ്പർ വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ് ഒഴിവാക്കണം, കാൽക്കുലേഷൻസ് ഒക്കെ ഒഴിവാക്കുക, ഓൺലി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, സബ്ജക്റ്റീവ് ഒഴിവാക്കുന്നതാണ് നല്ലത്. സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി സിസ്റ്റമാറ്റിക്കൽ. പ്രീ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പൈലറ്റ് സ്റ്റഡി നടത്തി പ്രീ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇൻസ്ട്രക്ഷൻസ്, അപ്പോൾ അവർ നമ്മൾ തുടക്കത്തിൽ ഇത് എന്തിനാണെന്നും ഇതിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കണം. ക്രോസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ
ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം അടുത്ത ക്വസ്റ്റ്യൻസിൽ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവണം. സീക്രട്ടായിട്ട് സൂക്ഷിക്കാൻ പറ്റണം. അതേപോലെ അട്രാക്റ്റീവ് ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്. ഇനി ക്വാളിറ്റീസ്, ഒരു ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റീസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ലെങ്ത് എന്ന് പറയുന്നത് പ്രോപ്പർ ആവണം. എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുത്താൽ ആൾക്കാരത് ഫില്ല് ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം. ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക. സിമ്പിൾ ഇംഗ്ലീഷേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ടഫ് വേർഡ്സ് ഒക്കെ ഒഴിവാക്കണം. ദ ടേം യൂസ്ഡ് ഷുഡ് ബി എക്സ്പ്ലെയിൻ പ്രോപ്പർലി. നമ്മൾ അതിനകത്ത് ചില ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കും നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട്. അത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ പ്രോപ്പർ വേ. ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ലോജിക്കൽ മാനർ. ക്വസ്റ്റ്യൻ ഷുഡ് ബി ഇൻ അനലിറ്റിക്കൽ ഫോം. അതൊരു അനലിറ്റിക്കൽ ഫോമിലായിരിക്കണം. കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഷുഡ് ബി broken into small questions. The question should be described precisely and correctly. അപ്പം എസെൻഷ്യൽസും ക്വാളിറ്റീസും അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി ഇറ്റ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ക്വസ്റ്റ്യൻ ഷുഡ് ബി മൂവിങ് അറൗണ്ട് ദ തീം ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ. നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത്. ദ ആൻസേഴ്സ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് സിമ്പിൾ. ദീസ് ആൻസേഴ്സ് ഷുഡ് ബി ആക്യുറേറ്റ്. നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് ആക്യുറേറ്റ് ആയിരിക്കണം. ദ ആൻസേഴ്സ് ഷുഡ് ബി ഡയറക്റ്റ്. ദ ആൻസേഴ്സ് ഷുഡ് ബി റെലവൻറ്റ് ടു ദ പ്രോബ്ലം. നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോബ്ലത്തിന് റെലവൻ്റ് ആയിരിക്കണം, ആ കോണ്ടെക്സ്റ്റിലായിരിക്കണം. ദ ആൻസേഴ്സ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു എവ്രി വൺ. ഇതിന് മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോമൺ ആണ്. ഫ്രീ ഫ്രം ബയാസ് ആണ്. ആഡിക്വേറ്റ് ടൈം ടു ഫില്ല് കിട്ടും, പിന്നെ ഫില്ല് ചെയ്യാനുള്ള സമയം കിട്ടും ആവശ്യത്തിന്. റെസ്പോണ്ടൻസിനെ നമുക്ക് പിന്നെ ബൈ പോസ്റ്റ് മുഖേന അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ലോ കോസ്റ്റാണ്. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യനെയർ മടങ്ങി വരാറില്ല. പിന്നെ റെസ്പോണ്ടൻസ് വിദ്യാഭ്യാസമുള്ളവരല്ലെങ്കിൽ, ഇഫ് ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്, ദേ കനോട്ട് ഫിൽ ദ ക്വസ്റ്റ്യനെയർ. നോ കൺട്രോൾ ഓവർ ദ ഫില്ലിങ്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. വെരി സ്ലോ റെസ്പോൺസ് ആവും. ഇതൊക്കെയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്വസ്റ്റ്യനെയറുമായി ബന്ധപ്പെട്ട കാര്യം. നിങ്ങളെല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.